ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് കൂട്ടക്കൊല നിങ്ങളാരും തന്നെ മറന്നിട്ടുണ്ടാകില്ല അല്ലേ? പ്രതി അഫാന്റെ മുഖവും മറന്നിട്ടുണ്ടാവില്ല. കുടുംബത്തിലെ 5 പേരെ അതിദാരുണമായി കൊന്ന വ്യക്തി അഫാൻ ഇന്നലെ ജയിലിൽ വെച്ചിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കേസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇവൻ കൊന്നത് 5 പേരെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് കൊന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ. അഫാന്റെ നില വളരെയധികം ഗുരുതരമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുമാണ്. അത് പറയാനുള്ള 2 കാരണം ഈ വാർത്തയിലൂടെ അടിയിൽ വന്ന ഒരു കമൻ്റാണ്. ആ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അഫാൻ മരണപ്പെട്ടു, ബ്രെയിൻ ഡെത്ത് ആയിരുന്നു, ഉടനെ ബ്രേക്കിംഗ് ന്യൂസ് വരും, എൻ്റെ ചേട്ടൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമൻ്റാണ്. ഈ ഒരു കമൻറ്റ് മേ ബി തെറ്റാകാം, ചിലപ്പോൾ ശരിയാകാം. എന്താണെന്ന് നമുക്കറിയില്ല. കമൻ്റല്ലേ, നമുക്കൊന്നും പറയാൻ കഴിയുകയില്ല. പക്ഷേ എന്തായാലും അഫാന്റെ ഇപ്പോഴത്തെ നില അതീവ ഗുരുതരമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ എല്ലാ ന്യൂസും അഫാൻ അതിഗുരുതരമാണെന്നുള്ള അവസ്ഥയിലാണ്, വെന്റിലേറ്ററിലാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും. നമ്മൾ ഇന്ന് വാർത്തകൾ എടുത്താൽ തന്നെ മൊത്തവും അഫാനെ പറ്റിയുള്ള വാർത്തകളാണ്. അഫാൻ മരണപ്പെട്ടു, അഫാൻ വെന്റിലേറ്ററിലാണ്, അഫാന്റെ നില വളരെയധികം ഗുരുതരമാണ് എന്നുള്ള വാർത്തകളാണ് മുഴുവനും. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് അഫാനെ പറ്റിയുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. കാര്യം മറ്റൊന്നുമല്ല, അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിൽ വെച്ച് കാണിച്ചു കൂട്ടിയ ഓരോ സാഹസികതകളും അതിൻ്റെ പിന്നാലെയുള്ള വാർത്തകളും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള വാർത്തകളുമാണ് ഇങ്ങനെയുള്ള വാർത്തകൾക്ക് പിന്നിൽ. ഒന്നാമത്തെ കാര്യം, ഇവൻ്റെ തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിലച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവന് ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരാറുമുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെന്റിലേറ്ററിൽ പ്രവേശിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് അതീവ ഗുരുതരമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇവൻ പോകുന്ന സമയത്ത് ഇവന് പൾസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ന്യൂസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന് ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് ഉണ്ടാകുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു കമൻറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇവൻ ചിലപ്പോൾ ബ്രെയിൻ ഡെത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നും, മേ ബി ആ കമൻറ്റ് ശരിയാകാനുള്ള ചാൻസ് ഉണ്ട് എന്നും. ബട്ട് എന്തായാലും നോ ഐഡിയ, നമുക്കൊന്നും അറിയത്തില്ല ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് അഫാൻ മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ മരണപ്പെട്ടിരിക്കാം, പുറത്ത് ന്യൂസ് എത്തിക്കാണത്തില്ല, ഇനിയായിരിക്കാം ബ്രേക്കിംഗ് ന്യൂസിലോട്ട് വരുന്നത്. എന്തായാലും നമുക്ക് അതിലോട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടന്ന സംഭവം ചുരുക്കി ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇന്നലെ യൂട്ടിലി ബ്ലോക്കിലാണ് ഇവനെ ഇട്ടിരിക്കുന്നത്. ഈ യൂട്ടിലി ബ്ലോക്ക് എന്ന് പറയുന്നത് മാവോയിസ്റ്റ്, അതുപോലെ തന്നെ എപ്പോഴും നിരീക്ഷിക്കേണ്ട, അങ്ങനെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടവർക്കും വേണ്ടി മാത്രമുള്ള അത്രയും പ്രശ്നക്കാരികളായ അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടുള്ളവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് യൂട്ടിലി ബ്ലോക്ക്. അവിടെയാണ് നമ്മുടെ അഫാനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ അഫാനെ ഇന്നലെ ഞായറാഴ്ച ദിവസം എല്ലാവരും എല്ലാ പ്രതികൾക്കും മെൻ്റൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെ സിനിമ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു പരിപാടിയിൽ ഇവനെയും കൂടെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് ഇവൻ പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന ഒരു മുണ്ടെടുത്തു അതുവഴി നേരെ കണ്ട ബാത്റൂമിലേക്ക് കയറുകയായിരുന്നു. ഈ സമയത്ത് വാർഡൻ അവിടെ ഉണ്ടായിരുന്നില്ല. വാർഡൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ മാറിയ ആ ഒരു ടൈമായിരുന്നു. പക്ഷേ ഇവ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ടോയ്ലറ്റിനുള്ളിലിട്ട് കയറിയിട്ടു പിന്നീട് പുറത്തോട്ട് വന്നിട്ടില്ല. വാർഡൻ വന്നിട്ട് നോക്കുമ്പോൾ അഫാനെ കാണാനില്ല. അഫാനെ എല്ലായിടത്തും തിരഞ്ഞതിന് ശേഷം ബാത്റൂമിലേക്ക് എത്തുകയും ബാത്റൂം തട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ അഫാൻ ഈ മുണ്ടിൽ തൂങ്ങി ആടുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആദ്യം കാഷ്വാലിറ്റിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ ഇവൻ്റെ നില വളരെയധികം ഗുരുതരമായതുകൊണ്ട് ICUവിലേക്ക് പ്രവേശിച്ചു. ICUവിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ. എന്താണ് അഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയില്ല. പക്ഷേ ഒന്നറിയാം, വളരെയധികം ഗുരുതരാവസ്ഥയാണ്. പൾസൊന്നും കൊണ്ടുപോയ സമയത്ത് പോലും പൾസൊന്നും, ഒരു രീതിയിലുള്ള പൾസിൽ അനക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് സംഭവിച്ചതെന്ന്. ഇത് അവസാനം പോലീസിന്റെ വീഴ്ചയിലേക്ക് വന്നെത്തുമായിരിക്കാം. എന്തായാലും ഇവന് സംഭവിച്ചത് നല്ലതാണ് എന്നാണ് മിക്ക കമന്റുകളിലും പറയുന്നത്. അറിഞ്ഞവരെല്ലാം തന്നെ പറയുന്നത്, ഇവൻ ഇത് അർഹിക്കുന്നതാണ്, ഇവൻ്റെ വീട്ടുകാരെ പോലും വേദനിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഇവൻ ഇത്രയല്ല, ഇവൻ അധികം
ഇവന് ഇത് മാത്രമല്ല, ഇവന് വളരെയധികം നല്ല രീതിയിൽ അനുഭവിച്ച് മരിക്കേണ്ടവനാണ് എന്നുള്ള കമന്റുകളാണ് വരുന്നത്. മാത്രവുമല്ല, ഒരു മരണം ഒരിക്കലും സന്തോഷിക്കാനുള്ളതല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവനൊന്നും ഈ ഭൂമി അർഹിക്കുന്നില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് ഇപ്പോൾ വരുന്നത്. അഫാന്റെ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അനുഭവിക്കട്ടെ, അവനെ കാണേണ്ടെന്ന് പിതാവ്. വീണ്ടും ചാകാറായി കൊടുക്കുന്ന അഫാനെ ശപിച്ചുകൊണ്ടാണ് പിതാവ് ഇത് പറയുന്നത്. എനിക്ക് അവനെ കാണേണ്ടതില്ല, അവൻ എൻ്റെ മകനൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് അവനെ കാണണ്ട എന്ന് ശാപവാക്കിലൂടെയാണ് പിതാവ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഈ ഒരു മരണ വാർത്ത കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കാർക്കും അറിയത്തില്ല. എന്തായാലും കമന്റ് ബോക്സിൽ ഫുള്ളും വരുന്നത് ഇവൻ ഇപ്പോഴൊന്നും മരിക്കാൻ പാടില്ല, ഇവൻ ഇഞ്ചിഞ്ചായിട്ട് ഒരുപാട് അനുഭവിച്ച് വേണം മരിക്കേണ്ടത്, കാര്യം 5 പേരെയാണ് നുറുങ്ങായിട്ട് ഇവൻ കൊന്നത് എന്നുള്ള കമന്റുകളാണ് വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അഫാന്റെ നില എന്താണ്, എന്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്, മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. സൈനിങ് ഓഫ്.